പൊക്കോ, ഏറ്റവും അവസാനം ഞാൻ വരാം. എല്ലാരെയും പറഞ്ഞു വിട്ടിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ എല്ലാവരും മദീനയിലേക്ക് കടന്നുപോയി. അള്ളാഹുവിന്റെ പ്രവാചകനതാ തന്റെ വീടിന്റെ അകത്ത് ഹിജ്റ പോകാൻ തയ്യാറാവുകയാണ്. പടച്ചവനെ, ശത്രുക്കളുടെ ചെവിയിലേക്ക് ഇബ്ലീസ് പോയി പറഞ്ഞു കൊടുത്തു. ശത്രുക്കൾ അറിയുകയാണ്, 7 ഗോത്രക്കാര് മുഴുവനും തീരുമാനമെടുത്തു മുഹമ്മദിനെ കൊല്ലണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിങ്ങനെ വളഞ്ഞിരിക്കുകയാ. ഉരി പിടിച്ച വാളുമായി മുഹമ്മദ് വെളിയിലിറങ്ങുമ്പോൾ വെട്ടിക്കൊല്ലുന്നതിന് വേണ്ടി അതാ ശത്രുക്കൾ മുഴുവനും തയ്യാറെടുത്ത് കാത്തിരിക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, ഇറങ്ങിക്കോ നബിയേ, ഒരു ഭയവും വേണ്ട നബിയേ, അങ്ങ് യാത്രയ്ക്ക് തയ്യാറെടുത്തോ. മുത്തുനബിയോട് ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വീടിന്റെ കവാടം തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരണേ. ഇതാ വീടിന്റെ കവാടം തുറന്നിട്ട് ഒരു പിടി മണ്ണ് വാരണം, എന്നിട്ട് ഓതണം വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. നബിയേ, ഈ ആയത്തങ്ങ് ഓതിയിട്ട് വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ നിന്ന് വലിച്ചൊന്നെറിയണേ നബിയേ. ഒരു പിടി മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് ധൈര്യമായിട്ട് ഇറങ്ങിപ്പൊക്കോ നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അബൂബക്കർ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അലിയേ, ഇവിടെ കിടന്നുറങ്ങലിയേ, ഇവിടെ കിടന്നുറങ്ങലിയേ, ഞാൻ കിടന്ന അതേ സ്ഥലത്ത് നീ കിടന്നുറങ്ങലിയേ. അലിയാര് തങ്ങളെ പിടിച്ച് കിടത്തി ഉറക്കി. മുത്തുനബി ഒരു പിടി മണ്ണ് വാരി വീടിന്റെ വാതിൽ തുറന്നു. ശത്രുക്കൾ മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ്. ഒരു പിടി മണ്ണ് വാരിയിട്ട് വലിച്ചെറിയുകയാണ്. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും. അവിടെ നീ ആയത്തോതിയിട്ട് മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് ധൈര്യത്തോടെ നെഞ്ച് വിരിച്ചുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ മുത്തുനബി നടന്നു പോവുകയാ. അള്ളാന്റെ റസൂല് നടന്നുപോയി, അള്ളാന്റെ റസൂല് നടന്നുപോയി. പടച്ചവനെ സ്നേഹിച്ചാൽ അങ്ങനെയാണ്, അള്ളാനെ കൊണ്ട് വിശ്വസിച്ചാൽ അങ്ങനെയാണ്, ഒരു പേടിയുമില്ല. അതാണ് തവക്കൽ എന്ന് പറഞ്ഞാൽ, അതാണ് തവക്കൽ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സഹായം നമുക്ക് ലഭിക്കുകയാണ്, പടച്ച റബ്ബിന്റെ സഹായം ലഭിക്കുകയാണ്. മുത്തുനബി നടന്നുപോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാത്തു നിൽക്കുകയാ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാത്തു നിൽക്കുകയാ. അള്ളാന്റെ റസൂല് ചോദിച്ചു, വരുന്നോ അബൂബക്കർ, എന്റെ കൂടെ വരുന്നോ അബൂബക്കർ? അള്ളാന്റെ റസൂല് ചോദിക്കേണ്ട താമസം അബൂബക്കർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, എടുക്കാനൊന്നുമില്ല നബിയേ, എനിക്കെടുക്കാനൊന്നുമില്ല. മുത്തുനബിയോട് പറയുകയാണ്, എന്റെ ചുമലിൽ കയറി നബിയേ, എന്റെ ചുമലിൽ കയറി നബിയേ, നടന്നാൽ കാൽപ്പാടം പിന്തുടർന്ന് ഇവന്മാര് വരും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് ചുമലിൽ കയറ്റി. സാധാരണ മദീനയിലേക്ക് പോകുന്ന വഴിയല്ല, എതിർ ദിശയിലേക്കുള്ള വഴിയിലൂടെ നടക്കാ. മുത്തുനബി പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ ചുമലിൽ വെച്ചുകൊണ്ട് നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഉംറയ്ക്കും ഹജ്ജിനുമൊക്കെ പോകുമ്പോ അതാ ഒരു ഗുഹ കാണാൻ വല്ലാത്ത തിരക്കാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഇരുന്ന ഗുഹയ്ക്കകത്ത് പോയിരുന്ന ദുആ ചെയ്യുന്നതിന് വേണ്ടി അതാ മണിക്കൂറുകൾ നടന്ന് കഷ്ടപ്പെട്ട് പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ ആ ഗുഹ തേടി പോകുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ തങ്ങളും നടന്നുപോയി. അവിടുന്ന് അതാ ശത്രുക്കൾ പിന്തുടരാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂബക്കർ, ആ കാണുന്ന ഗുഹയ്ക്കകത്ത് നമുക്ക് കയറിയിരിക്കാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ അബൂബക്കർ തങ്ങളെ ഗുഹയ്ക്കകത്തേക്ക് കടന്നു ചെന്നിട്ട് ലോകത്തിന്റെ നേതാവിന് ഇരിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഗുഹയങ്ങ് തയ്യാറാക്കുകയാ. മുത്തുനബി ഗുഹയ്ക്കകത്തേക്ക് കയറി വന്നു.
അള്ളാന്റെ റസൂല് കയറി വന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലിൽ ഇങ്ങനെ മുത്തുനബിയുടെ മടിയിൽ മുത്തുനബി ഉണ്ടല്ലോ, അബൂബക്കർ തങ്ങളുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. അള്ളാന്റെ റസൂൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ അല്ലാഹുവേ കുറെ സമയം കഴിയുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, അബൂബക്കറെ നിനക്കെന്ത് പറ്റി? യാ റസൂലല്ലാഹ്, ഗുഹയ്ക്ക് മുകളിൽ ശത്രു നിൽക്കുന്നു നബിയേ, ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ നിൽക്കുകയാ. അവന്റെ വാളിന്റെ പ്രകാശം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ, അവന്റെ വാളിന്റെ പ്രകാശം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ. അവനെങ്ങാണം അവന്റെ കാലിലൊന്ന് നോക്കിയാൽ നമ്മളെ പിടിക്കുമല്ലോ നബിയേ. മുത്തുനബി ചിരിക്കുകയാ. അള്ളാന്റെ റസൂല് അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ചിരിക്കുകയാ. എന്താണ് നബിയെ ചിരിക്കുന്നത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, അബൂബക്കർ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നമ്മൾ രണ്ടുപേരുമല്ല, നമ്മുടെ കൂടെ ഒരാൾ കൂടെയുണ്ട്. നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുണ്ട്. അതാരെന്നറിയുവോ? പടച്ച റബ്ബാണ് അബൂബക്കർ. അല്ല നമ്മുടെ കൂടെയില്ലേ? അല്ല നമ്മുടെ കൂടെയില്ലേ? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? അവനവന്റെ കാലിൽ നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ല തീരുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അവന് കാലിൽ നോക്കിയാലല്ലേ നമ്മളെ കാണൂ. നോക്കണമെങ്കിൽ അല്ലയല്ലേ തീരുമാനിക്കേണ്ടത്. മുസ്ലിമേ, അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കുന്ന മുസ്ലിമേ, എന്തിനാ പേടിക്കുന്നത്? പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ടല്ലോ. അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? അതുകൊണ്ട് സഹോദരാ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ല നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും തളരരുത്. ഏത് വലിയ പ്രതിസന്ധിയാകട്ടെ, എത്ര വലിയ പ്രയാസമാകട്ടെ, എത്ര വലിയ അപവാദമാകട്ടെ, ഏതൊക്കെ പരീക്ഷണങ്ങൾ കടന്നു വന്നാലും പതറല്ലേ, പരാജയപ്പെടല്ലേ, ആത്മഹത്യക്ക് തയ്യാറെടുക്കല്ലോ. അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഏതൊക്കെ പ്രതിസന്ധികളുടെ നടുവിലൂടെ നടന്നു പോകേണ്ടി വന്നാൽ അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ. ആറ്റം ബോംബിനേക്കാൾ പവറുള്ള ഒരു ആയുധമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമിന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്നോ 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് ആറ്റം ബോംബിനേക്കാൾ പവറുള്ളതാക്കാൻ കഴിവുള്ള റബ്ബ് നമ്മുടെ കൂടെയുള്ളപ്പോ എന്തിനാ സഹോദരാ ഭയപ്പെടുന്നത്? എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മൂന്നാമത്തെ കാര്യം, അബൂബക്കർ, അല്ല നമ്മുടെ കൂടെയില്ല, അല്ല നമ്മുടെ കൂടെയില്ല. എന്റെ സഹോദരാ, തവക്കലാണ് നമുക്ക് വേണ്ടത്. പടച്ചവനെ പരമേൽപ്പിക്കുന്ന ഒരു ഈമാനാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തവക്കൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. റബ്ബിനെ അങ്ങ് ഏൽപ്പിക്കുക കാര്യങ്ങൾ. അള്ളാഹിനെ ഏൽപ്പിച്ച അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അബൂബക്കർ തങ്ങള് ഗുഹയ്ക്കകത്തിരുന്നിട്ട് കൈകാലങ്ങിട്ട് വിറയ്ക്കാൻ നബി ചോദിച്ചു, എന്താ അബൂബക്കറെ? നബിയെ വാളും പിടിച്ചോണ്ട് ദോ മോളി നിൽക്കണ നബിയെ. നബിയെ അവനൊന്ന് താഴേക്ക് നോക്കിയാൽ മതി, നമ്മളെ കാണും, കൊന്നുകളയും നബിയെ. പേടിച്ചുകൊണ്ട് പറയുമ്പോൾ മുത്ത് നബി ചിരിച്ചുകൊണ്ട് വയ്ക്കുക, അല്ല നമ്മുടെ കൂടെ ഇല്ലേന്ന്. അല്ല നമ്മുടെ കൂടെ ഇല്ല, എന്തിനാ പേടിക്കണേ? ഓൻ കാലി നോക്കണമെങ്കിൽ അല്ല തീരുമാനിക്കണ്ടേ. സഹോദര, ഇതാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ കാര്യം. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആർക്കും അള്ളാഹിനെ കുറിച്ചിട്ട് അങ്ങോട്ടൊരു വിശ്വാസം ഇല്ല. എല്ലാം അവനവൻ്റെ കാര്യം, അപ്പന ഇതെൻ്റെ സ്വന്തം കാര്യം, എല്ലാം നമ്മൾ തന്നെ അങ്ങ് ഏറ്റെടുത്തിരിക്കതല്ല. റബ്ബിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ
അള്ളാഹു നമ്മളെ കൈവിടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര വലിയ പ്രതിസന്ധി, ഏത് പ്രയാസത്തിലും, എത്ര വലിയ വിപത്തിലും, ഏത് പരീക്ഷണത്തിലാണെങ്കിലും അള്ളാഹുവിനെ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചവൻ കൈവിടൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇങ്ങനെ പറഞ്ഞാൽ തവക്കൽതു അലല്ലാഹ് പറ, അങ്ങോട്ട് ഈമാനോടെ പറ. ഏതൊരു കാര്യം അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉഷാർ. അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒന്ന് പറഞ്ഞ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പോരാതങ്ങട്ട് മനസ്സുകൊണ്ട് പറ, നാവ് കൊണ്ട് വേണ്ട, മനസ്സുകൊണ്ട് അങ്ങോട്ട് പറ. ഏത് കാര്യം, അല്ലാ ജോലിക്ക് പോവാ പടച്ചവനെ നോക്കിക്കോണം, കച്ചവടത്തിന് പോകാം അല്ലാ നോക്കിക്കോണം. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, കച്ചവടത്തിന് പോകുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, ഏത് കാര്യത്തിന് പോകുമ്പോഴും അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോ. പടച്ചോ നോക്കിക്കോളൂ എല്ലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നിറങ്ങി. 3 ദിവസത്തോളം അതിൻ്റെ അകത്ത് താമസിച്ചിട്ട് മുത്തുനബി ഇറങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് അതാ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി നിന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ മക്കയിലേക്ക് നോക്കി. മക്കയുടെ ഭാഗത്തേക്ക്, കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹിൻ്റെ റസൂല് കരയാൻ തുടങ്ങി. മുത്തുനബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു മക്കയോട്, നിന്നെ പിരിയാൻ എനിക്ക് മനസ്സില്ല. ജനിച്ചു വളർന്ന നാടിനോട് മുത്തുനബി പറയുകയാ, നിന്നെ വിട്ടു പിരിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് വല്ലാത്ത വേദനയുണ്ട്, എനിക്ക് നിന്നെ വിട്ടു പോകണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ നിന്റെ നാട്ടുകാര് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഒരു അവസ്ഥയും ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് മക്കയെ നോക്കിയിട്ട് മുത്തുനബി കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടാ നടന്നതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടവുമായി ചിന്തിച്ചു നോക്ക്. നാളെ നമ്മുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. വാരി കെട്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് പോകാൻ പറയുന്നൊരു കാലത്താണ് നമ്മളും ജീവിക്കുന്നത്. ഇത് നിന്റെ നാടല്ല, നീ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പൊക്കോ എന്ന് പറയുന്നൊരു കാലഘട്ടം. എൻ്റെ പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി നേരിട്ട് ഇതേപോലൊരവസ്ഥയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ പ്രവാചകൻ മക്കയോട് സലാം പറഞ്ഞു പിരിഞ്ഞു. മുത്തുനബി മദീനത്തേക്ക് കടന്നു പോകുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു പോകുകയാണ്. മദീന നിവാസികൾ മുഴുവനും മുത്തുനബിയെ സ്വീകരിക്കാൻ, മുഹാജിരീങ്ങളെ സ്വീകരിക്കാൻ അൻസാറുകൾ മുഴുവനും തയ്യാറായി. മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട്, ഈന്തപ്പന മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാ. ആദ്യം എനിക്ക് കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും വരുന്നത് മുത്തുനബി അങ്ങനെ ആരും കണ്ടിട്ടില്ല. മദീനക്കാരധികം പേരും കാണാത്തവരായതുകൊണ്ട് അള്ളാന്റെ റസൂലിനെ കാണാനും മരത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാ. അപ്പോഴാണ് ആരോ മരത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നു, അതാ വരുന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നു. പടച്ചവനെ, മദീന നിവാസികൾക്ക് പെരുന്നാളിന്റെ ആഘോഷമാണ്, അവർക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. മുത്തുനബി അടുത്തേക്ക് വരുമ്പോ ത്വലഅൽ ബദ്റു അലൈനാ, അല്ലാഹുവേ അവിടെ നിന്ന് പാടുകയാണ്. സന്തോഷം കാരണം അല്ലാഹുവിന്റെ പ്രവാചകനെ കാണേണ്ട താമസമുണ്ടല്ലോ. മുഹാജിരീങ്ങളെല്ലാം അൻസ്വാരികളുണ്ടല്ലോ. ആ മദീന നിവാസികൾ അവിടെ നിന്ന് സ്വീകരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തൊരു മുസ്ലിമിന് വേണ്ട നാലാമത്തെ കാര്യം എന്തെന്നറിയുവോ? ആ അൻസ്വാരികളെ പോലെയാകണം നമ്മളും. ഒന്നുമില്ലാതെ ഇട്ടിരുന്ന വസ്ത്രത്തോട് ഉണ്ടായ സമ്പത്ത് മുഴുവനും, തന്റെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും മക്കത്തിട്ടിട്ട് അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് മദീനയിലേക്ക് കടന്നു വന്ന മുഹാജിരീങ്ങളോട് അൻസ്വാരികളായ സ്വഹാബി കയ്യിൽ പിടിക്കുകയാ. അവര് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ടല്ലോ. ഒന്നുമില്ലാത്തവന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, ഞങ്ങളുണ്ടല്ലോ. എനിക്ക് 2 വീടുണ്ട്, ഒരു വീട് നിങ്ങളെടുത്തോ. എനിക്ക് 2 വാഹനമുണ്ട്, 2 കുതിരയുണ്ട്, 2 ഒട്ടകമുണ്ട്, 1 നീ എടുത്തോ.
എന്റെ 2 തോട്ടങ്ങളിൽ ഒരു തോട്ടം നീ എടുത്തോ, എന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരാ. മദീനക്കാരായ അൻസ്വാരിങ്ങളുണ്ടല്ലോ, മുഹാജിരീങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, ഞാനുണ്ട്, എന്റെ സമ്പാദ്യത്തിന്റെ പകുതി തരാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാ, 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് അവർക്ക് കെട്ടിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ട 3-ാമത്തെ ഗുണം, നമുക്ക് വേണ്ട 4-ാമത്തെ ഗുണം, ഈ ഗുണമാണ് വേണ്ടത്. പടച്ചവനെ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത എത്രയോ പാപങ്ങളുണ്ട്. മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്തവരുണ്ട്, കേറിക്കിടക്കാ വീടില്ലാത്തവരുണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന 100 കണക്കിന് പാപങ്ങളുണ്ട്. പടച്ചവനെ, ലോണിലും പലിശയിലും പെട്ടുപോയിട്ട് കണ്ണുനീര് കുടിക്കുന്നവരുണ്ട്. പ്രായപൂർത്തിയായ പെമ്മക്കളെ വീടിന്റെ അകത്ത് വെച്ചിട്ട് കെട്ടിച്ചു കൊടുക്കാ വഴിയില്ലാതെ സുജൂദിൽ കിടന്ന് കരയുന്ന പാവപ്പെട്ട ഉമ്മമാരുണ്ട്. എത്രയോ യതീമായ മക്കളുണ്ട്. സഹോദരാ, കണ്ടില്ലെന്ന് നടിക്കല്ലോ, കണ്ടില്ലെന്ന് നടിക്കല്ലോ, കാണാത്തവനെ പോലെ നടക്കല്ലോ. അതൊരു മുസ്ലിമിന്റെ ധർമ്മമാണ്, ഒരു മുസ്ലിമിനുണ്ടാകേണ്ട നല്ല ഗുണമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെയും സ്വഹാബികളെയും ആ മദീന നിവാസികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹാജിരീങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ സ്വഹാബത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട് അൻസാരിങ്ങൾ പറയുകയാ, എന്റെ 2 വീട്ടിൽ ഒരു വീട് നിനക്കിണ്ണ എടുത്തോ, എന്റെ സമ്പാദ്യത്തിൽ പകുതി സമ്പാദ്യം നിങ്ങൾക്ക്, എനിക്ക് അവിടെ ഇവിടെയൊക്കെ ഈന്തപ്പന തോട്ടമുണ്ട്, ഒന്ന് നിനക്ക് ഒന്ന് എനിക്ക്. അൽഹംദുലില്ലാ. എന്തിന്? 2 ഭാര്യമാർ, കൂടുതൽ ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയോട് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ, എൻ്റെ കൂടപ്പുറപ്പിന് വേണ്ടിയാ തലാക്ക് പറഞ്ഞിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീട് 2 വീടുണ്ടെങ്കിൽ ഒരു വീട് കൊടുക്കാൻ ഞാൻ പറയണില്ല. നിന്റെ സമ്പാദ്യത്തിൻ്റെ പകുതി കൊടുക്കണമെന്ന് പറയണില്ല. നിന്റെ കടമെടുത്ത് കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല. എൻ്റെ പ്രിയമുള്ളവരെ, പിന്നെ പെണ്ണുമ്പിള്ളയെ കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല. അതൊന്നും ഞാൻ പറയണില്ല. അത് വേണമെങ്കിൽ ചിലർ തയ്യാറാണ്. കാരണം എന്ത്, എങ്ങനെയും ഒന്ന് ഒഴിച്ചു കിട്ടിയാൽ ചിന്തിക്കുന്ന അങ്ങനെ ഉണ്ടല്ലോ. എടുത്താണെങ്കിൽ പോട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതാണ് ഇന്നത്തെ അവസ്ഥകളൊക്കെ. വല്ലാത്ത അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പാപങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അള്ളാഹുവെ, ഒരു നേരത്തിന് വകയില്ലാത്ത പാവപ്പെട്ടവർ കുറ്റിത്തെരുവിയുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കും, അങ്ങനെ ഒരാൾ ഈ നാട്ടിലുണ്ടോ ഉസ്താദ്? എന്നോട് ചോദിക്കും. ഈ നാട്ടിലൊരു പാവപ്പെട്ടവനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇല്ലാന്ന്. ആരാ പറഞ്ഞ ഇല്ലാന്ന്? നീ കണ്ണ് തുറന്ന് നോക്കാത്തത് കൊണ്ടാ. ചിലപ്പോൾ നിന്റെ കുടുംബത്തിൽ തന്നെ കാണും, നിന്റെ വീടിന്റെ പരിസരത്ത് കാണും. നീ നോക്കൂല. കാരണം എന്തേ? നിനക്കത് നോക്കാനുള്ള സമയവുമില്ല, അതിനുള്ള മനസ്സുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, SKSSFന്റെ മക്കൾ, ഈ പാവപ്പെട്ട കൂട്ടുകാർ, ഈ ചെറുപ്പക്കാർ, സുന്നത്ത് ജമാഅത്തിന്റെ കൊടിക്ക് കീഴിൽ നടക്കുന്ന ഈ പൊന്നാര മക്കൾ, അള്ളാഹുവെ പടച്ചവൻ, അവരുടെ ലക്ഷ്യവും ഈ നാട്ടിലെ പാവപ്പെട്ടവരാണ്. അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഒരു കൈത്താങ്ങാകാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സംഘടന, ഈ കൂട്ടായ്മ അൽഹംദുലില്ലാ പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബക്കറ്റ് പിരിവുണ്ടോ? ബക്കറ്റ് പിരിവുണ്ടോ? ഒന്നുമില്ലേ? ഉണ്ട്. അപ്പം അൽഹംദുലില്ലാ, അൻസാരിങ്ങളുടെ ഗുണമാണ് ഉള്ളതിൽ പങ്കു കൊടുത്തു. നമുക്ക് ആ ഗുണമുണ്ടോ നോക്കാം. ഒന്ന് പൊക്കറ്റി കയ്യട്ടെ. അൻസാരിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഗുണമായിരുന്നു എന്ത്? ഉള്ളതിൽ പങ്കു കൊടുക്കാൻ. ഉള്ളതിൽ പങ്കു കൊടുക്കാൻ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലവും പറഞ്ഞിട്ട് ഞാൻ പോവാ, വേണമെങ്കിൽ കൊടുത്തോ ഇൻഷാ അല്ലാഹ്. എന്തേ ബക്കറ്റ് എന്ത്? അവർ ചർച്ച കൊണ്ടുപോടാനീ ഇങ്ങോട്ട്. ബിസ്മില്ലാ. എല്ലാവരും ഒന്ന് കൈയിട്ട്, പോക്കറ്റിൽ കൈയിട്ടിട്ട് ഉള്ളതിൽ പങ്ക്. അൽഹംദുലില്ലാ. നിങ്ങളിത് ഈ രോഗികൾക്ക് എന്തോ സഹായിക്കുന്നില്ലേ? അൽഹംദുലില്ലാ, ചികിത്സാ സഹായം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒരു നല്ല സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. സഹോദര, ധൃതി കാണിക്കല്ലേ, നിന്ന് മേടിച്ചിട്ട് പോ സമാധാനത്തിൽ. കാരണം നമ്മുടെ പെമ്മക്കളെ കെട്ടിക്കാനൊന്നും അല്ലല്ലോ. അൽഹംദുലില്ലാ, എല്ലാവരും സമാധാനത്തിൽ ഇൻഷാ അല്ലാഹ്. എന്താ മൈക്ക് സെറ്റുകാരൻ എന്തേ ഇപ്പോൾ പോയോ? ഭക്ഷണം കഴിക്കാൻ പോയോ? മൈക്ക് സെറ്റുകാരൻ എന്തേ ഇപ്പോൾ വരുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ്. അവൻ്റെ കയ്യിൽ സ്റ്റാൻഡ് ഉണ്ടോ? ഇപ്പോൾ ഞാൻ ഒന്ന് ഇരുന്നോട്ടെ. ഇപ്പോൾ ഇരുന്ന് വാച്ച് ചെയ്യാം. നിങ്ങളൊക്കെ ഇരിക്കല്ലേ, ഞാനും കൂടി ഇരുന്നോട്ടെ. ഇൻഷാ അല്ലാഹ്.
കേട്ടോ? ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ്. ബിസ്മില്ലാ. എഴുന്നേറ്റ്. അൽഹംദുലില്ലാ. സുഖമില്ല എല്ലാവർക്കും? ആ ഇരിക്കണ കസേര ഫ്രണ്ടിലോട്ട് കയറ്റി. ആ ഇരിക്കണ കസേര ഇങ്ങനെ എടുത്തുകൊണ്ട് ഫ്രണ്ടിലോട്ട് വാ. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താം. ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് പോകേണ്ടവരൊക്കെ പോ, വരേണ്ടവരൊക്കെ വാ. ദുആ ചെയ്യാം. ഒന്നും വേണ്ട. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അല്ലാഹു ശിഫ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ശിഫ ആക്കട്ടെ. വാ വങ്ങട്ട്. അൽഹംദുലില്ലാ. വങ്ങട്ട്. ചെറുപ്പക്കാരൊക്കെ വന്നേരെ. ഞാൻ നിർത്തി. അൻവറെ എല്ലാവരും കയറി വാ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ദുആ ചെയ്യാം. അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൻസാരിങ്ങളുടെ സ്വഭാവമാണ് ഉള്ളതിൽ പങ്കു കൊടുക്കുക. അല്ലാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്നൊരൽപ്പം പാവപ്പെട്ടവർക്ക് കൊടുക്കുക. ഈ നാട്ടിലെ രോഗികൾ ഇൻഷാ അല്ലാഹ്. നിങ്ങളെന്താ ഇപ്പം എന്താ ചെയ്യുക? നിങ്ങളെ പിരിവുണ്ടോ? എനിക്ക് പിരിക്കുന്നതിനോട് താല്പര്യമൊന്നുമില്ല. നാളെ പിരിച്ചാൽ പോരെ. എന്താ ചെയ്യുക? നിങ്ങൾ രോഗികൾക്ക് എന്ത് കൊടുക്കും? ചികിത്സാ സഹായം. അൽഹംദുലില്ലാ. എത്ര രൂപ വെച്ച് കൊടുക്കും? അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ്. ആ പുറത്ത് നിൽക്കുന്ന ചങ്ങായിമാരൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ കയറിക്കോ. ദുആ ചെയ്യാൻ പോട്ടാ. ഇൻഷാ അല്ലാഹ്. ചികിത്സാ സഹായമൊക്കെ അതിലും വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടോ? ഇൻഷാ അല്ലാഹ്. ഈ വരുന്നവർക്കൊക്കെ ഭക്ഷണമുണ്ടോ? മജ്ലിസിനോട് പങ്കെടുക്കും. ഒജീനൊക്കെ ഉണ്ട്. എങ്ങനെ? ചോറാ? അരിയാ? അല്ലാഹ്. എല്ലാവർക്കും കൊടുക്കുമോ? വരുന്ന എല്ലാവർക്കും? അതിപ്പോൾ എന്തോ അപ്പം അരിയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലോ. ഇത് ചോറൊക്കെ ആണെങ്കിൽ നല്ല ബർക്കത്തല്ലേ? സാമ്പത്തിക മാന്യം. മജ്ലിസുൻ നൂറിൻ്റെ സദസ്സ്. അൽഹംദുലില്ലാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൻസ്വാരിങ്ങളുടെ സ്വഭാവം നമുക്കുണ്ടാകണം. പാവങ്ങളെയൊക്കെ മറന്നു പോകരുത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, നമ്മളെ കൊണ്ട് ഏത് രീതിയിലാണോ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുന്നത് ആ രീതിയിൽ നമുക്ക് സഹായിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അപ്പോൾ എല്ലാവരും സദക്ക ഇട്ടോ. അൻസാരിങ്ങളുടെ ഗുണം ഈ കുറ്റിത്തെരുവിൽ ഏതെങ്കിലും ആണിനോ പെണ്ണിനോ ഉണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് 3 പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അൻസാരിങ്ങളുടെ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് 3 പ്രതിഫലം തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം എന്താ? ഒന്നുമില്ല. 3 പ്രതിഫലം. ഒന്നാമത്തെ പ്രതിഫലം, അള്ളാഹു നിനക്ക് സന്തോഷമുള്ള ഒരു ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനത്തെ ജീവിതം? സന്തോഷമുള്ള ജീവിതമാണോ ഇപ്പോൾ ഉള്ളത്? സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിക്ക്. സന്തോഷമുള്ള ഒരു ജീവിതമാണോ നിങ്ങൾക്കുള്ളത്? എൻ്റെ പ്രിയമുള്ളവരെ, സന്തോഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ പണത്തിലോ വീട്ടിലോ മാത്രമല്ല, ഒരു സാലിഹത്തായ ഭാര്യ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭാര്യ നമുക്ക് കിട്ടിയ അതാ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും നിധിയാണെന്ന് പറഞ്ഞ മുത്തുനബി. പെണ്ണ്, സാലിഹത്തായ പെണ്ണ് വലിയ നിധിയാണെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. ഭാര്യയുടെ കുത്തുവാക്കും പരിഹാസവും കേട്ടിട്ട് പടച്ചോനെ മക്കൾ 2-3 ആയിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് സഹിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. അതുപോലെ ഭർത്താവിൻ്റെ പീഡനങ്ങൾ സഹിക്കുന്ന ഭാര്യമാരുണ്ട്. എപ്പോഴും ദുആയ ഒന്ന് നന്നാക്കാൻ, ഇല്ലേ? ഒന്ന് നന്നായി കിട്ടാൻ വേണ്ടി എപ്പോഴും ദുആയ. എൻ്റെ പ്രിയമുള്ളവരെ, നല്ല ഒരു ജീവിതം, ഭാര്യ നന്നാകും, ഭർത്താവ് നന്നാകും. സദക്ക കൊടുത്താൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേണ്ട ജീവിതം വേണ്ടേ? ഇപ്പോൾ നല്ല ജീവിതം വേണ്ടേ? ഈ ചിരിയൊക്കെ പെണ്ണും പിള്ളയുടെ മുമ്പിലാണ് ഇരിക്കേണ്ടത്. ഫ്രിക്കോ? ഭാര്യയും ഭർത്താവും എല്ലാം നെളിഞ്ഞൊക്കെ നടക്കും, ഞാൻ വലിയ ആളാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭാര്യ അസ്സലാമു അലൈക്കും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പടച്ചൻ അക്കരെ ഇക്കരെ കിടക്കല്ലേ തന്നെ അവസ്ഥ. അങ്ങനെയല്ല, സന്തോഷവും സമാധാനവുമുള്ളൊരു ജീവിതം അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്താക്കി തരുമാറാകട്ടെ. ദുആ ചെയ്യ്. ആമീൻ പറ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. താത്താമാരൊക്കെ ആമീൻ പറ. അള്ളാഹു നിങ്ങളുടെ ഭർത്താക്കന്മാരെയൊക്കെ നേരെയാക്കി തരുമാറാകട്ടെ. എന്താ ആമീൻ്റെ പവറുണ്ടാ? ഇതാ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും കാലഘട്ടത്തിൽ പിന്നെ ഇപ്പോൾ കേസൊന്നും ഇല്ലല്ലോ, അല്ലേ? ഇപ്പോൾ കേസൊന്നും ഇല്ല. കല്യാണം കഴിഞ്ഞ ആണും പെണ്ണും എന്തും ചെയ്താലും കേസില്ല. അതന്നെ അവസ്ഥ. പിന്നെ നമ്മുടെ മക്കളുടെ കാര്യമൊന്നും പറയണ്ടല്ലോ. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ, നമ്മുടെ ചെറുപ്പക്കാർ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊത്തു ഇങ്ങനെ ചുണ്ടിൻ്റെ നേരെ വെച്ചിട്ട് കിടക്കാന്നാ പറയണേ. അള്ള വിളിച്ച ഉടനെ, അള്ള ഊതെന്ന് പറഞ്ഞ ഊതാൻ വേണ്ടി കയ്യിൽ ഇങ്ങനെ ഊത്തും പിടിച്ചിട്ട് ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ കിടക്കായ ഇസ്രാഫീൽ എന്ന മലക്ക് ഊതെന്ന് പറഞ്ഞ ഊതാൻ അത്രയ്ക്കും തയ്യാറാ.
ഇന്നത്തെ ചെറുപ്പക്കാർ ക്യാമറ ആയിട്ട് നടക്കാൻ എവിടെ കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് എല്ലാ എണ്ണം അധികം എല്ലാം ഇന്നിപ്പോൾ എന്താ പറയുക, വാട്സപ്പും ഫേസ്ബുക്കും മാത്രം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ചെറുപ്പക്കാർക്കൊന്നും ഒരു പണിയില്ലല്ലോ. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, പഠിച്ചാണ് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് എന്താപ്പാ ഈ 3-4 ദിവസം പട്ടിണി കിടന്ന നായിയുടെ മുന്നിൽ ഒരു എല്ലെടുത്തിട്ട് കൊടുത്താൽ തിന്നാൻ കാണിക്കണ ആർത്തിയാ ഏതെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചോടി പോയാൽ പ്രചരിപ്പിക്കാൻ. കാസർഗോഡുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു അമുസ്ലിമിൻ്റെ കൂടെ ഒരിച്ചോടി പോയാൽ കുറ്റിത്തിരിവുകാരനാ ഷെയർ ചെയ്യണത്. ഓ എന്താ നോക്കിയല്ലേ ഇതൊരു ഉത്സാഹം, സ്വന്തം ഉമ്മത്തിനെ നാണം കെടുത്താൻ. ഇവിടെ ചങ്ങായി ഞാൻ ചോദിക്കട്ടെ, അമുസ്ലിമായ എത്രയോ പെണ്ണുങ്ങൾ മുസ്ലിമീങ്ങളുടെ കൂടെ വരുന്നു. ഇന്ന് വരെ ഏതെങ്കിലും വാട്സപ്പിൽ കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെ ഏതെങ്കിലും ഒരു വാട്സപ്പിൽ കണ്ടിട്ടുണ്ടോ? പ്രചരിപ്പിക്കൂല. അവർക്ക് അഭിമാനമുണ്ട്. നമ്മളങ്ങനല്ല, നമുക്ക് തന്നെ അതിലൊരു ഉഷാറാ. ഒരുത്തൻ്റെ കൂടെ പോയെന്നിങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ഒരു ഷാർ ഇങ്ങനെ ഇങ്ങനെ അയക്കുക. എടാ നിന്റെ അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ അവസ്ഥ ഇതാ. പോയത് പോട്ടെ, നമുക്കെന്താ, പോയത് പോയി, അത്ര തന്നെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടൊരു ചങ്ങാതിയോട് പറഞ്ഞു, ഞാനിങ്ങനെ വാട്സപ്പിൽ എവിടെയോ കണ്ടതാ, ഒരു മുസ്ലിം പെൺകുട്ടി അമുസ്ലിമിൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ പറയുക, അളിയ പോയത് പോയി, അത്രയും സ്ഥലം ഒഴിഞ്ഞു കിട്ടി, സ്വർഗത്തിൽ പോയി നമുക്ക് അടിച്ചു വിളിക്കാമെന്ന്. പോയത് പൊട്ടുന്നത് തന്നെ. പണ്ടൊരുത്തി പോയെന്ന് പറഞ്ഞാൽ നമുക്കൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം പോക്ക് തന്നെ, എല്ലാം പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ പ്രചരിപ്പിക്കരുത്. ഏതെങ്കിലും ഒരുത്തനെ അന്യ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിയ വീഡിയോ എന്നിട്ട് എഴുതുക, പിടിച്ചിറക്കിയതാണ്, കണ്ടോ കണ്ടോ, സ്വർഗത്തിൽ നിന്ന് പിടിച്ചിറക്കിയതോ അല്ല ഓൻ വിചാരിക്കണേ. എടാ അവൻ തൗബ ചെയ്ത അള്ള പുറത്തു കൊടുക്കും, നീ ഇതെവിടെ കൊണ്ട് കഴുകും? അമുസ്ലിമായ മറ്റൊരു മതവിശ്വാസികളുടെ കൂടെ ഇറങ്ങിപ്പോയ പെണ്ണ് അള്ളാന്റെ മുന്നിൽ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത അള്ള അവർക്ക് സ്വർഗം കൊടുക്കും. ഈ ഷെയർ ചെയ്ത നീ എവിടെ പോയി തൗബ ചെയ്യൂടാ? ആ പെണ്ണിന്റെ കാല് പിടിച്ച് പൊരുത്തം ചോദിക്കണം നിനക്ക് സ്വർഗം കിട്ടണമെങ്കിൽ. ഏതെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചോടി പോയ പെണ്ണിന്റെ ഫോട്ടോ സഹിതം എടുത്ത് ഷെയർ ചെയ്ത നിനക്ക് അള്ളാന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് നീ 100 ഹജ്ജ് ചെയ്താലും നിനക്കല്ല സ്വർഗം തരൂലടാ, നിനക്കല്ല സ്വർഗം തരൂല. സ്വർഗം കിട്ടണമെങ്കിൽ ആ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് അവളുടെ കാല് പിടിച്ചിട്ട് പറയണം, മോളെ ഞാൻ ഷെയർ ചെയ്തു പോയിട്ടുണ്ട്, നിന്റെ അഭിമാനത്തിന് ഞാൻ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് പൊരുത്തപ്പെട്ടതാ, അവൾ പൊരുത്തപ്പെട്ട് തന്നാലേ നിനക്കല്ല സ്വർഗം തരൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ വിചാരിച്ചോ സിമ്പിളാണെന്ന്, വിചാരിച്ച കിട്ടിയ ഉടനെ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ. ഇനി നീ ആലോചിക്കണം വാട്സപ്പ് എടുക്കുമ്പോൾ. ഇനി വാട്സപ്പിൻ്റെ അകത്ത് ഒരു മുസ്ലിം പെണ്ണും, കാരണം നീ കഷ്ടപ്പെട്ട് ചെയ്ത ഇബാദത്തിന്റെ പ്രതിഫലം കണ്ടവക്ക് കൊടുക്കരുത്. അതാ ഞാൻ പറഞ്ഞേ. എടാ പോയത് പോയി, അവള് പോട്ടെ, നീ എന്തിനാടാ നിസ്കരിച്ച പ്രതിഫലം അവക്ക് കൊടുക്കണേ? നാളെ പരലോകത്ത് ചെല്ലുമ്പോ നിന്റെ നന്മയെടുത്ത് അള്ളാഹ്ക്ക് കൊടുക്കുമല്ലോ, നീ എന്തിനാ കൊടുക്കണേ? എന്തിനാ കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്തിട്ട് കണ്ടവളുമാർക്ക് കൊടുക്കണേ? അതുകൊണ്ട് സൂക്ഷിച്ച് ഷെയർ ചെയ്യ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ കോടതി പോലും പറഞ്ഞ് കുഴപ്പമില്ലാന്ന്, പിന്നെ നിനക്കെന്താ ഇത്ര കുഴപ്പം? കോടതി കേസില്ലല്ലോടാ, ഞാനതിന് പ്രോത്സാഹനം ചെയ്തതല്ല. നീ നിന്റെ ദുനിയാവും ആഖിറവും കളയരുത്, നീ നിന്റെ ദുനിയാവും ആഖിറവും കളയരുത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലപ്പോൾ ഇത് നാളെ വെട്ടിക്ലിപ്പാക്കിയേക്കണ്ട അമീനെ, നാളെ എടുത്ത് പോതാ, ഒന്നും പറയാൻ പറ്റൂലപ്പാ, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കുഴപ്പമാണ്. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സദക്ക ചെയ്താൽ അള്ളാഹു സന്തോഷവും സമാധാനവുമുള്ള ജീവിതം തരും, നല്ല ഭാര്യയെ തരും, നല്ല ഭർത്താവിനെ തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണ് കെട്ടാത്ത മക്കളുണ്ടെങ്കിൽ നല്ല പെണ്ണ് വേണോടാ, സാലിഹത്തായ പെണ്ണിനെ വേണോ? ഒളിച്ചോടി പോകാത്ത, ചാറ്റ് ചെയ്യാത്ത, വാട്സപ്പ് തലയാണിക്കടി ഒളിച്ചു വെക്കാത്തതിനെ കിട്ടണോ? ഇതൊക്കെ തന്നെ ഇപ്പം എല്ലാം 3-4 സിമ്മൊക്കെ അല്ലേ നമ്മുടെ ലങ്ങാരെ കൊണ്ട്, ജിയോയെ കൊണ്ടൊരു ഗുണമുണ്ടായി. അങ്ങനെ എല്ലാത്തിൻ്റെ കയ്യിലും 3-4 സിമ്മുകൾ. മോനെ, അള്ളാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ നിനക്ക് വേണോ? 5 നയാ പൈസ സദക്ക കൊടുക്ക്, അള്ളാഹു നിനക്ക് നല്ല പെണ്ണിനെ തരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താൽ കിട്ടും? എന്താ വിശ്വസിക്കാൻ മടിയുണ്ടോ? സദക്ക കൊടുത്താൽ നല്ല പെണ്ണിനെ കിട്ടും, സദക്ക കൊടുത്താൽ നല്ല ജോലി കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരു മനുഷ്യനെ ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞു. ഒരാളെ ഒറ്റൊരടിക്ക് മൂസാ നബി കൊന്നു. മൂസാ നബി ഒരാളെ കൊന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു, മൂസാ നിന്നെ പിടിക്കാൻ വരുന്നുണ്ട്, ഫിർഔനിന്റെ കിങ്കരന്മാർ പിടിക്കാൻ വരുന്നുണ്ട്, വേണമെങ്കിൽ രക്ഷപ്പെട്ടോളാം. മൂസാ നബി അലൈഹി സ്വലാം ഇട്ടിരുന്ന വസ്ത്രത്തോടെ നാട് വിട്ടു, മദിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നാട് വിട്ടു. മൂസാ നബി അലൈഹി സ്വലാം ഇങ്ങനെ നോക്കുമ്പോൾ
ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടെ വെള്ളം കോരാൻ വേണ്ടി ഇല്ല പഞ്ചായത്ത് കിണറ്റിൻ്റെ ചുവട്ടി കൂടുന്ന പോലെ എല്ലാം കൂടെ ബഹളം. 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നു, ചെറുപ്പക്കാരികളെ മാറി നിൽക്കുന്നു. മൂസാ നബിക്ക് അത്ഭുതമായി. അവിടെ നിന്ന് ചോദിച്ചു, എന്തേ നിങ്ങൾ പോണില്ല വെള്ളം കോരാൻ? ഞങ്ങൾക്ക് നാണമാന്നേ, ഞങ്ങൾക്ക് ലജ്ജയാ, ആണുങ്ങളുടെ ഇടയിൽ കയറി ഇടകലരാൻ ഞങ്ങൾക്ക് ലജ്ജയാ. ഓണപ്പരിപാടിക്ക് ചെണ്ട അടിക്കുമ്പോൾ കൂടെ നമ്മുടെ മക്കളുണ്ട്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതും വീഡിയോ പിടിക്കാൻ നമ്മുടെ ആൾക്കാരുണ്ട്, അതന്നെ. അതിന് നമ്മുടെ മക്കൾ തന്നെ, പ്രചരിപ്പിക്കാനും നമ്മുടെ മക്കൾ തന്നെ. തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കാനല്ല, ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി, കാണാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടികളോട് ചോദിച്ചു, വീട്ടിൽ ആണുങ്ങളൊന്നും ഇല്ല? വാപ്പ ഒരു പ്രായമുള്ള മനുഷ്യൻ, ഒരു പ്രായമുള്ള വാപ്പ, ഞങ്ങളുടെ വാപ്പ രോഗിയാ, ആണുങ്ങളൊന്നുമില്ല. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ സഹായിക്കാം, ഇനി വാ. 2 പേരെയും വെള്ളം കോരാൻ സഹായിച്ചു. ഇത്ര ചെയ്തുള്ളൂ, വെള്ളം കോരാൻ സഹായിച്ചു. 2 പേരും വെള്ളവുമായി പോയി. മൂസാ നബി അലൈഹിസ്സലാം പടച്ചവൻ അന്യനാട്ടിലാ, ഒന്നുമില്ല, ആരും അറിയുന്ന ആരുമില്ല. മൂസാ നബി ദുആ ചെയ്തു, അല്ലാ കൈവിടല്ല പടച്ചവൻ, അന്യനാട്ടിലാ അല്ലാ, നാട് വിട്ട് വന്നതാ അല്ലാ. കുറച്ചു കഴിഞ്ഞ് മൂസാ നബി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ 2 സുന്ദരികളായ പെണ്ണുങ്ങൾ വരിക മൂസാ നബിയുടെ മുന്നിലേക്ക്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് പെണ്ണുങ്ങൾ വന്നിട്ട് പറയാ, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു പ്രതിഫലം തരാൻ, ഞങ്ങളെ സഹായിച്ചതിന് പ്രതിഫലം തരാൻ ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഇറങ്ങി. പെൺകുട്ടികൾ പറഞ്ഞു, നിങ്ങൾ മുന്നിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. എന്താ പറഞ്ഞേ? പെണ്ണുങ്ങൾ എന്താ പറഞ്ഞേ? ഞങ്ങളുടെ പുറകിൽ വരാനല്ല പറഞ്ഞത്, ഞങ്ങൾ വഴി കാണിച്ചു തരാം, പുറകിൽ വരാനല്ല പറഞ്ഞത്. പെൺകുട്ടികൾ എന്ത് പറഞ്ഞു? നിങ്ങൾ മുന്നിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം മനസ്സിലായല്ലോ. ഒരു പെണ്ണ് മുന്നിൽ പോയാൽ പുറകിൽ നടക്കുന്നവൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ നോക്കും. അങ്ങനെ മൂസാ നബി മുന്നിൽ നടന്നു, പെണ്ണുങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു കൊടുത്തു. അവസാനം 2 പേരും അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ കുട്ടികളുടെ വാപ്പ ആരായിരുന്നെന്നറിയുമോ? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. ശുഐബ് നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മക്കൾക്ക് വെള്ളം കോരാൻ സഹായിച്ചതിനുള്ള പ്രതിഫലം എൻ്റെ മൂത്ത മകളെ ഞാനങ്ങ് വിവാഹം കഴിച്ചു തരും, എടുത്തോ. എൻ്റെ മൂത്ത മോളെ ഞാൻ വിവാഹം കഴിച്ചു തരും. സ്വാലിഹത്തായ മകൾ കെടിച്ച് മൂസാ നബിയുടെ കയ്യിൽ പിടിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ജോലി വല്ലതും ഉണ്ടോ? ഇല്ല. 11 കൊല്ലം ഇവിടെ ജോലി ചെയ്തോ? എൻ്റെ പ്രിയമുള്ളവരെ, ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വെള്ളം കോരാൻ സഹായിച്ചപ്പോൾ 11 വർഷം ജോലിയും ഒരു സാലിഹത്തായ ഭാര്യയെയും കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വെള്ളം കോരാൻ കൊടുത്തപ്പോഴാ, അപ്പോൾ പൈസ കൊടുത്താലോ? വെള്ളം കോരാൻ സഹായിച്ചപ്പോൾ ആമിനാത്ത സ്വർണം കൊടുത്താലോ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ ഓസിന് അല്ലോ നല്ല ഭർത്താവിനെ കിട്ടണ എൻ്റെ മോക്ക് വെറുതെ കിട്ടത്തൊന്നുമില്ല കേട്ടാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2 ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കൾ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കൾ. 10ാം ക്ലാസ്സുകാരൻ്റെ ബാഗിൽ നിന്ന് ബിയർ കുപ്പി പിടിക്കൂല, കഞ്ചാവിന് പിടിക്കൂല, മയക്കുമരുന്ന് പൊക്കൂല, ആപ്പായ പൊടാ വിളിക്കുന്ന മക്കൾ. ഉമ്മ അടിക്കാൻ കൈവക്കിയ ഉമ്മയുടെ തലയ്ക്കടിക്കുന്ന മക്കൾ. അതാ ഇന്നത്തെ മക്കൾ. ഇങ്ങോട്ട് വാടാന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോകും, കിളവീന്ന് വിളിക്കും. കിളവീന്നാ വിളിക്കുന്ന മക്കളൊക്കെ മാതാപിതാക്കളെ. കാമുകം വിളിക്കുമ്പോൾ പറയും, കിളവനും കിളവിയും ഉറങ്ങിയില്ലടാ, കുറച്ച് കഴിയട്ടെ. അതന്നെ 2 എണ്ണം ഉണ്ടടാ ഇവിടെ, ഒന്ന് ഉറങ്ങാതെ എങ്ങനെ? എപ്പം നോക്കിയാലും 12 മണിയാവണം ഉറങ്ങണമെങ്കിൽ. ആരെക്കുറിച്ചാ? സ്വന്തം വാപ്പാനെ കുറിച്ച്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രായം ചെന്ന ഉമ്മ സ്കൂളിൽ പോയപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, അതാരാ? സ്വന്തം ഉമ്മയാ. അപ്പോൾ ഇവള് പറയാ ഉമ്മുമ്മയാണെന്ന്. കാരണം ഈ പ്രായമുള്ള തള്ള എൻ്റെ ഉമ്മയാന്ന് പറയാൻ നാണക്കേട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, സദക്ക കൊടുത്താൽ അൻസാരിങ്ങളുടെ സ്വഭാവമുണ്ടെങ്കിൽ കിട്ടുന്ന 2ാമത്തെ പ്രതിഫലം സ്വാലിഹായ മക്കൾ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 നിന്റെ ചെറിയ കുടിലുണ്ടല്ലോ, ഈ കുറ്റിത്തെരുവിലെ നിന്റെ ചെറിയ വീടുണ്ടല്ലോ, ആ വീട് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഗവർണറോ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ അല്ല, അള്ളാഹുവിൻ്റെ മലക്കുകൾ കാണാൻ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. കുറ്റിത്തെരുവിലെ നിന്റെ വീട് കാണാൻ ആര് വരും? പറ, ആര് വരും? ഏത് മലക്ക്? ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത മലക്കുകൾ സന്ദർശനം നടത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഈ 3 പ്രതിഫലവും കൊണ്ട് കെട്ടിയ ഒരു കുടുംബത്തെ ഞാൻ പറയാ.
സാലിഹത്തായ ഭാര്യ, സാലിഹായ മക്കള്, വീട് കാണാൻ മലക്കുകൾ ഇറങ്ങി വന്നു. ഈ 3 കാര്യവും കിട്ടിയ ഒരു ചരിത്രം പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.